ദാമ്പത്യ ദുഃഖം, സന്താന ദുഃഖം, ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകലാൻ സ്കന്ദഷഷ്ടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സ്കന്ദഷഷ്ടി സുബ്രഹ്മണ്യ ഭക്തർ 1 വർഷമായി കാത്തിരിക്കുന്ന സ്കന്ദഷഷ്ടി വ്രതം സമാഗതമാകുന്നു. 2025 ഒക്ടോബർ 27 തുലാം 10 തിങ്കളാഴ്ചയാണ് സ്കന്ദഷഷ്ടി വന്നിരിക്കുന്നത്. സാധാരണ തുലാത്തിൽ വരുന്ന സ്കന്ദഷഷ്ടിക്ക് ധാരാളം ഭക്തർ 6 ദിവസമാണ് വ്രതമെടുക്കുക. ശത്രുനാശം, സന്താന ലാഭം, സന്താന സൗഖ്യം, കുടുംബക്ഷേമം എന്നിവയ്ക്ക് ഉത്തമമാണ് ഷഷ്ടി വ്രതം എടുക്കുന്നത്. 6 ഷഷ്ടി വ്രതം എടുക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ദഷഷ്ടി. ദാമ്പത്യ ദുഃഖം, സന്താന ദുഃഖം, സകല ദുരിതങ്ങളും മാറാൻ സ്കന്ദഷഷ്ടി വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. 6 ദിവസം വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ 2025 ഒക്ടോബർ 22 മുതൽ വ്രതം ആരംഭിക്കണം. ശിവതേജസ്സിൽ നിന്നും അവതരിച്ച സുബ്രഹ്മണ്യന്റെ മുഖ്യ ദൗത്യം ദേവന്മാരെ പൊറുതിമുട്ടിച്ച ശൂരപത്മാസുര നിഗ്രഹമായിരുന്നു. ഒടുവിൽ ഘോര യുദ്ധം തുടങ്ങി. യുദ്ധം മുറുകിയപ്പോൾ ആ അസുരൻ മായാശക്തിയാൽ മുരുകനെയും പാർവതീദേവിയെയും അദൃശ്യമാക്കി. മകനെ കാണാതെ ദുഃഖിതയായ പാർവതിയും ദേവന്മാരും അന്നപാനാദികൾ ഉപേക്ഷിച്ച് ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചു. തുടർന്ന് തുലാമാസത്തിലെ ഷഷ്ടി തിഥിയിൽ മുരുകൻ ശൂരപത്മനെ നിഗ്രഹിച്ചു എന്നുമാണ് ഐതിഹ്യം. ശൂരസംഹാരം നടന്ന ദിനമായതിനാലാണ് തുലാമാസത്തിലെ ഷഷ്ടിക്ക് ഇത്ര പ്രാധാന്യം വന്നത്. പാർവതീദേവി അനുഷ്ഠിച്ച വ്രതമായതിനാലും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എല്ലാ മാസത്തെയും വെളുത്തപക്ഷ ഷഷ്ടിക്കാണ് വ്രതം. അതിന്റെ തലേ ദിവസമായ പഞ്ചമിക്കും പ്രാധാന്യമുണ്ട്. സ്കന്ദഷഷ്ടിക്ക് 6 ദിവസം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ തലേ ദിവസമായ പഞ്ചമി ദിനം മുതൽ വ്രതം ആരംഭിക്കുക. തലേ ദിവസം പൂർണ്ണ ഉപവാസം എടുക്കാം. അതിന് സാധിക്കാത്തവർ ഒരിക്കൽ മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുക. ഷഷ്ടി ദിവസം കുളിച്ച് സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ജപിച്ച് ശ്രീമുരുക ക്ഷേത്ര ദർശനം നടത്തണം. കഴിയുന്ന വഴിപാടുകളും അന്നദാനവുമെല്ലാം നടത്താവുന്നതാണ്. സ്കന്ദപുരാണം പാരായണം ചെയ്യണം. ഷഷ്ടി പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിവേദ്യം കഴിച്ചുകൊണ്ട് ഷഷ്ടിവ്രതം മുറിക്കാവുന്നതാണ്. ഷഷ്ടി ദിവസം രാവിലെ കുളി കഴിഞ്ഞ് സുബ്രഹ്മണ്യ ദർശനം നടത്തി സുബ്രഹ്മണ്യ മൂലമന്ത്രം, സുബ്രഹ്മണ്യ അഷ്ടോത്തരം, സുബ്രഹ്മണ്യ പഞ്ചരത്നം, സുബ്രഹ്മണ്യ കവചം, സുബ്രഹ്മണ്യ സഹസ്രനാമം, ഷഷ്ടി ദേവി സ്തോത്രം, ഷഷ്ടി ദേവി സ്തുതി, അങ്ങനെ കഴിയുന്നത്ര സുബ്രഹ്മണ്യ സ്തുതികളെല്ലാം ജപിക്കാവുന്നതാണ്. ഭഗവാന്റെ മൂലമന്ത്രം ഓം വജൽ ഭുവേ നമ, ഓം ശരവണ ഭവ എന്നീ മന്ത്രങ്ങളെല്ലാം ജപിക്കാവുന്നതാണ്. കൂടാതെ ഭഗവാന്റെ ദ്വാദശനാമ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. മന്ത്രം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓം സേനാനേ നമ, ഓം ക്രൗഞ്ചരേ നമ, ഓം ഷൺമുഖായ നമ, ഓം ഗുഹായ നമ, ഓം ഗാംഗേയായ നമ, ഓം കാർത്തികേയായ നമ, ഓം സ്വാമിനേ നമ, ഓം ബാലരൂപായ നമ, ഓം ഗ്രഹാഗ്രണേ നമ, ഓം ചാടപ്രിയായ നമ, ഓം ശക്തിദത്യാരേ നമ, ഓം ദൈതാരേ നമ. ഈ 12 നാമങ്ങളാണ്. ഇതെല്ലാം ജപിക്കാവുന്നതാണ്. കൂടാതെ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നതും വളരെ നല്ലതാണ്. സനൽകുമാരായ വിദ്മഹി ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത് 2 നേരവും 36 പ്രാവശ്യം ജപിക്കുക. ഈ മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കുന്നതിനൊന്നും തന്നെ എണ്ണങ്ങളും കാര്യങ്ങളും നോക്കേണ്ടതില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത്ര തവണ ജപിക്കാവുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാവും. ഈ ഷഷ്ടി ദിനത്തോടു കൂടി എല്ലാവരുടെ കുടുംബത്തിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 6 ദിവസവും വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർക്ക് 6 ദിവസവും വ്രതം എടുക്കാവുന്നതാണ്. അതിന് സാധിക്കാത്തവർക്ക് ഷഷ്ടിയുടെ തലേ ദിവസമായ പഞ്ചമി ദിനത്തിൽ ഒരിക്കലൂണ് വ്രതം അനുഷ്ഠിച്ചതിനു ശേഷം ഷഷ്ടി ദിവസം പൂർണ്ണ ഉപവാസം എടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്ന് ലഭിക്കുന്ന നിവേദ്യം കഴിച്ചതിനു ശേഷം വ്രതം മുറിക്കാവുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരുടെ കുടുംബത്തിലും ഉണ്ടാവട്ടെ.